ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ് നമ്മൾ സംസ് ആൻഡ് ടേംസ്, തുകകളും പദങ്ങളും എന്ന് പറയുന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ 7ാം ക്ലാസ് മുതൽ തുക കാണാനും അതുപോലെ തന്നെ ആവറേജ് കാണാനും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ നമുക്കതൊന്ന് ജസ്റ്റ് ഓർക്കുകയും ചെയ്യാം. നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളുടെ ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, 1, 2, 3 1, 2, 3 എന്ന് പറയുന്ന 3 സംഖ്യകൾ ഞാനിവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ തുകയുണ്ട്, ഇതിന്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ സാധാരണ ഒരു ചെറിയ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട്, ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് ഇതിന്റെ തുക എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ സം എന്താണെന്ന് ചോദിച്ചാൽ അവരെങ്ങനെ ചെയ്യുക? ഈ 3 സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്യും, അല്ലെ? ഇത് തമ്മിൽ കൂട്ടും. എന്നിട്ട് എന്ത് പറയും? 1 + 2 3 ആണ്, 3 + 3 എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ കുറച്ചും കൂടെ വലിയ കുട്ടികളായപ്പോൾ നിങ്ങൾക്ക് അതിനും കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു കാര്യം അറിയാം. എന്തായിരുന്നു ആ കാര്യം? നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം ഒറ്റയാണോ നോക്കുക. അതായത് ടേംസുകൾ ഓഡ് നമ്പേഴ്സ് ആണോ നോക്കുക. ടേംസുകളുടെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണോ നോക്കുക. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കോ, 1, 2, 3 3 എന്ന് പറഞ്ഞാൽ ഓടല്ലേ, ഒറ്റയല്ലേ? അപ്പൊ ഇതിന് 3 സംഖ്യകളാണ്. 3, 5, 7, 11, 9, 11 അങ്ങനെ പോകുന്ന സംഖ്യകളാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണുക എന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് നമ്പർ ഓഫ് ടേംസ്, ഇതിന്റെ സം കാണാൻ വേണ്ടിയിട്ട്, തുക കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. അതായത് എത്ര പദങ്ങളുണ്ട്, പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യഭാഗത്തെ പദം, മധ്യത്തിലുള്ള പദം. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് എത്ര പദങ്ങളുണ്ട്? 1, 2, 3 ഇൻറ്റു മിഡിൽ ടൈം. ഇവിടുത്തെ ഏതാണ്? നടുക്ക് കിടക്കുന്ന പദം ഏതാണ്? 2 ആണ്. അപ്പൊ 3 × 2, അത് നമുക്ക് ആൻസർ 6 തന്നെ കിട്ടും. അപ്പൊ നമ്മൾ സാധാരണ ഒരു 3 സംഖ്യകൾ, അല്ലെങ്കിൽ ഒരു 5 സംഖ്യകൾ, 7 സംഖ്യകൾ, 9 സംഖ്യകൾ, 11 സംഖ്യകൾ, അങ്ങനെ ഒറ്റ നമ്പേഴ്സ് പദങ്ങളായിട്ട് വരുന്ന കുറച്ച് സംഖ്യകൾ നമുക്ക് തരികയാണെങ്കിൽ അത് നമ്മൾ ഓരോന്നും ആഡ് ചെയ്യുക, ഓരോന്നും തുക കണ്ട് കൂട്ടി വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു മിഡിൽ ടേം കണ്ടാൽ മതി. ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് ഈ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഇത് 3 സംഖ്യകളേ ഉള്ളൂ, ഇവിടെ 3 പദങ്ങളാണുള്ളൂ, 3 ടേംസ് ആണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ മിഡിൽ ടേം 2 ആണെന്ന് പറയാം, അല്ലെ? പക്ഷെ ഇതില് ഒരുപാട് നമ്പേഴ്സ്, ഒരു 18, 19, 21 ഒക്കെ നമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കാണും? അതിന്റെ മിഡിൽ ടേം എങ്ങനെയാ? നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് അതിന്റെ മിഡിൽ ടേം അല്ലെങ്കിൽ മധ്യഭാഗത്തെ പദം കണ്ടുപിടിക്കുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ആവറേജ് അല്ലെങ്കിൽ ശരാശരി പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മിഡിൽ ടേം കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരെണ്ണത്തിന്റെ സം കാണുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ അതിന്റെ സം കാണാൻ, തുക കാണാനുള്ള ഇക്വേഷൻ പദങ്ങളുടെ എണ്ണം ഇൻറ്റു നടുവിലത്തെ പദം അല്ലെങ്കിൽ മധ്യഭാഗത്തെ പദം, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. ഇനി മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിനെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് വെച്ച് ഹരിക്കുക. അതിനെയാണ് നമ്മൾ ശരിക്കും ആവറേജ് കാണുക എന്നൊക്കെ പറയുക, അല്ലെ? ആവറേജ് കാണുക, ശരാശരി കാണുക, നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1, 2, 3, 4, 5 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ നടുവിലത്തെ പദം കണ്ടുപിടിക്കണം, മധ്യത്തിൽ കിടക്കുന്ന സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇതിവിടെ ആകെ 5 സംഖ്യകളേ ഉള്ളൂ, അല്ലെ? 5 സംഖ്യകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഇത് ഈ സംഖ്യ എന്ന് പറയുന്നത് 3 ആണെന്ന്, അല്ലെ? ഇനി നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടിട്ട് കണ്ടുപിടിക്കാൻ. ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പദങ്ങളുടെ തുക ഡിവൈഡ് ബൈ പദങ്ങളുടെ എണ്ണം, സം ഓഫ് ടേംസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് ആവറേജ് അല്ലെങ്കിൽ ശരാശരി. അറിയില്ലാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കുറിച്ച് വെക്കുക കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തോണം. അതായത് സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1 + 2 + 3 + 4 + 5 ചെയ്യണം, അല്ലെ? അപ്പൊ നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 + 2 എന്ന് പറയുന്നത് 3 ആണ്, 3 + 3 എന്ന് പറയുന്നത് 6 ആണ്, 6 + 4 എന്ന് പറയുന്നത് 10 ആണ്, 10 + 5 എന്ന് പറയുന്നത് 15 ആണ്, 15 കിട്ടും. ഇനി ഇതിൽ എത്ര പദങ്ങളുണ്ട്? 1, 2, 3, 4, 5 ഡിവൈഡ് ബൈ 5 ചെയ്യുക, അല്ലെ? അപ്പൊ 15ന് നമ്മൾ 5 വെച്ചിട്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും.
കറക്റ്റ് അല്ലേ? നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ നടുവിൽ കിടക്കുന്ന പദം എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അത് തന്നെ നമുക്ക് അതിന്റെ ആവറേജ് കണ്ടപ്പോഴും കിട്ടി. ആവറേജ് കാണുമ്പോൾ കിട്ടുന്നതും അതിന്റെ മിഡിൽ ടേം തന്നെയാണ് അല്ലെ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഓരോ സംഖ്യകളും ഇങ്ങനെ എഴുതി കൂട്ടി കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണം വെച്ചിട്ട് ഹരിച്ചിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതായത് കുറച്ച് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല, ഇല്ലേ? അപ്പൊ നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ ഉപയോഗിക്കാം. ഈ സംഖ്യ ഇതിന് നമുക്ക് ഒന്നാമത്തെ പദം അല്ലെ, ഫസ്റ്റ് ടൈമിന് നമുക്ക് x1 എന്ന് കൊടുക്കാം. ഇത് നമ്മൾ വെറുതെ x2, x3, x4 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് പദത്തെ, ലാസ്റ്റ് കിടക്കുന്ന പദം n-ാം പദമാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് n-ാം പദം അല്ലെ, nth ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് കിടക്കുന്ന പദത്തിന് നമുക്ക് xn എന്ന് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ഈ ഒരു രീതിയിൽ തന്നെ മിഡിൽ ടൈം അല്ലെങ്കിൽ മധ്യഭാഗത്ത് കിടക്കുന്ന പദം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ ലാസ്റ്റ് ടൈം, ഒന്നാമത് കിടക്കുന്ന പദത്തിന്റെ കൂടെ ലാസ്റ്റ് കിടക്കുന്ന പദം കൂട്ടിയതിന് ശേഷം നമ്മൾ 2 വെച്ച് ഹരിച്ചാൽ മതി. കാരണം ശരാശരി എപ്പോഴും എത്ര സംഖ്യയാണ് കൂട്ടുന്നത് അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, 1 + 5, 1 + 5 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 സംഖ്യ ഉള്ളൂ അതുകൊണ്ട് ഡിവൈഡ് ബൈ 2. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 6/2 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 3 തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്തിട്ട് എല്ലാ സംഖ്യകളും തമ്മിൽ കൂട്ടിയതിന് ശേഷം എണ്ണം കൊണ്ട് ഹരിച്ചാലും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടി കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണം, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് മിഡിൽ ടൈം അല്ലെങ്കിൽ ആവറേജ് തന്നെയാണ് കിട്ടുന്നത് അല്ലെ? ഈ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മിഡിൽ ടൈം ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അതായത് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് നടുക്ക് കിടക്കുന്ന മധ്യഭാഗത്തെ പദം തന്നെയായിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വേറൊരു രസമുണ്ട് ഇതില്. നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് വേണ്ടി പറയണേ, ഈ അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഇവിടുത്തെ 2, അതായത് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ 2ാമത്തെ സംഖ്യയും ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ 2ാമത്തെ സംഖ്യ, 4 + 2 എത്രയാണ്? 6 ആണ്. 6/2 എത്രയാണ്? ഈ 3 തന്നെ കിട്ടും. മനസ്സിലായില്ല? അങ്ങനെ മാത്സിൽ കുറെ മാജിക്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെയ്തൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മിഡിൽ ടൈം കിട്ടി, 3 കിട്ടി. അപ്പൊ മിഡിൽ ടൈം കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകൾ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു മിഡിൽ ടൈം. ഈ മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ പല മെത്തേഡുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ചും കൂടെ ഒരു എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. സം കാണാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ SN എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒറ്റ സംഖ്യയാണ് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് n എന്ന് പറയാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലെ? നമ്മളിപ്പോ അതല്ലേ കണ്ടത്, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി മാറ്റി. അപ്പൊ എന്താ കിട്ടും? SN = ഈ 2 ഇവിടെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ കിടക്കുന്ന 2നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്ത് കിട്ടും? n/2 × x1 + x2. ഓക്കെ, ഇത് നമ്മുടെ സം കാണാനുള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഏകദേശം എല്ലാ പ്രോബ്ലത്തിന്റെ തുക കാണാൻ, സം കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വെച്ചിരിക്കുന്ന ആ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. SN = n/2 × x1 + x2. ഇനി നമുക്ക് അടുത്തത് നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ, അതായത് പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്ക് അതിന് വേണ്ടിയിട്ട് 1, 2, 3, 4 ഇവിടെ ശരിയല്ലേ? ഇരട്ട സംഖ്യ അല്ലേ? ഈവൻ നമ്പർ അല്ലേ? 1, 2, 3, 4 സംഖ്യയാണ് ഉള്ളത്. അതുകൊണ്ട് അത് ഇരട്ട സംഖ്യയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്കറിയാം, ഇതിന്റെ നടുവിലുള്ള പദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, മിഡിൽ ടൈം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് മിഡിൽ ടൈം കിട്ടും കേട്ടോ. എങ്ങനെ കിട്ടും? 1 + 2 + 3 + 4 ഡിവൈഡ് ബൈ 4. അതല്ലേ ആവറേജ്? അതായത് എത്ര പദങ്ങളുണ്ടോ ആ പദങ്ങളെല്ലാം നമ്മൾ കൂട്ടി വെക്കുക, അതിന് 4 വെച്ച്, എത്ര പദങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നോക്കുക, അതിന് ആ സംഖ്യ വെച്ചിട്ട് നമ്മൾ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യ ആയിരിക്കും കിട്ടുക. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഒരിക്കലും 2, 3 കിട്ടില്ല. കാരണം ഇതിന്റെ ഇടയ്ക്കാണ് ഇതിന്റെ മിഡിൽ ടൈം അല്ലെങ്കിൽ മധ്യഭാഗത്തെ പദം കിടക്കുക. കാരണം ഇത് ഇരട്ട സംഖ്യയാണ്. നമ്പർ ഓഫ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇരട്ടയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പെയർ നമ്മൾ എടുക്കുകയാണ്, ഇങ്ങനത്തെ ഒരു ജോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 1 + 4 എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും?
5 കിട്ടും. അതുപോലെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു പെയർ നമ്മൾ എടുത്താലും 2+3 എന്ന് പറഞ്ഞാൽ 5 തന്നെ കിട്ടുക. അതായത് ഇതിൽ ഏത് പെയറുകൾ ഏറ്റവും അവസാനത്തെ 2 എൻഡിലുള്ള ഒരു പെയർ എടുക്കുക, അതിനുള്ളിലുള്ള എടുക്കുക, അതിൻ്റെ ഉള്ളിൽ എടുക്കുക, അങ്ങനത്തെ ഏത് പെയറുകൾ എടുത്താലും അതിന്റെ ആൻസർ സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ 1+4 എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ 2+3 5 തന്നെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമ്മൾ നോക്കണ്ടേ ഇത് സം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആവറേജ് എടുക്കുകയല്ല, എത്ര പെയറുകൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്ര പെയർ നിങ്ങൾക്ക് കിട്ടി, എത്ര ജോഡികൾ കിട്ടി? 1, 4 എന്ന് പറയുന്ന ഒരു ജോഡി കിട്ടി, അതുപോലെ 2, 3 എന്ന് പറയുന്ന വേറൊരു ജോഡി കിട്ടി. അപ്പൊ ജോഡികൾ അല്ലെങ്കിൽ പെയേഴ്സ് എത്ര ഉണ്ട്? ജോഡി നമുക്ക് എത്ര കിട്ടി? 2 ജോഡി കിട്ടി. ഓക്കെ, ഇനി ഒരു ജോഡിയുടെ തുക എത്രയാ, ഒരു ജോഡിയുടെ സം എത്രയാന്ന് നോക്കുക. അതായത് ഈ ജോഡി കൂട്ടിയാലും ഈ ജോഡി കൂട്ടിയാലും നമുക്ക് ഒരേ സംഖ്യയാണ് കിട്ടുക, തുക എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ തുക എന്ന് പറയുന്നത് 5 ആണ്. തുക അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ സം കാണാൻ വേണ്ടിയിട്ട് സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു എന്താ, ഒരു ജോഡിയുടെ നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഓക്കെ, അതായത് ഒരു ജോഡിയുടെ തുക, അതായത് നമ്പർ ഓഫ് പെയേഴ്സ് ജോഡികളുടെ എണ്ണം ജോഡികളുടെ എണ്ണം ഇൻറ്റു ഒരു ജോഡിയുടെ തുക. മനസ്സിലായില്ലേ? അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ 1, 2, 3, 4 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് പദങ്ങളുടെ എണ്ണം ഈവൻ ആണെങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് വൺ പെയർ എന്നാണ്. നമുക്കത് ചെയ്ത് നോക്കാം, ശരിയാണോ എന്ന് നോക്കിക്കേ. എത്ര പെയർ ഉണ്ട്? ഇവിടെ 2 പെയർ ആണുള്ളത്. അതിന്റെ സം എന്ന് പറയുന്നത് 2+3 5 ആണ്, 1+4 5 ആണ്. 5 ഗുണിക്കുക, നമുക്ക് കിട്ടുന്നത് 10 ആണ്. ഇനി ഇതിന്റെ ആൻസർ ശരിയാണോ നിങ്ങൾ നോക്കിയേ. 1 + 2 + 3 + 4 1 + 2 3 3 3 6 6 4 10 തന്നെ കിട്ടി. മനസ്സിലായില്ലേ? അതിന്റെ സം എപ്പോഴും 10 തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ? ഇവിടെ നോക്കിക്കേ, പേജ് നമ്പർ 26 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 250 ആണ്, 250 ആണ്. ഇനി ഫസ്റ്റ് ടേം, ഒന്നാമത്തെ പദം, അതായത് ഇതൊരു 5 ടേമുള്ള 5 പദങ്ങളുള്ള ഒരു സീക്വൻസ് ആണ്, ഒരു ശ്രേണിയാണ്. അതിന്റെ ഒന്നാമത്തെ പദം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എഴുതാനാ. അപ്പൊ ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? നിങ്ങൾ പെട്ടെന്ന് നോക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങൾ എന്നായിരിക്കും അല്ലെ? അതായത് 5 പദങ്ങളാണ് ഇവിടെ ഉള്ളത്, 5 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 5 ടേംസ് ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം ഇവിടെ ഓഡാണോ ഈവൻ ആണോ? ഓഡാണ്, ഒറ്റ സംഖ്യയാണ്. പദങ്ങളുടെ എണ്ണം ഒറ്റയാണ്, 5 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. അതായത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് അത് വെച്ച് തന്നെ ഈ പ്രോബ്ലംസ് ചെയ്യാം. കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടുത്തെ സം തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ എഴുതാം. സം അല്ലെങ്കിൽ തുക നിങ്ങൾ എഴുതാം. സം Sn ഈസ് ഈക്വൽ ടു തുക എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, ഞാൻ എളുപ്പത്തിന് എന്ന് എഴുതിട്ടോ, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, സമ്മും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, തുകയും തന്നിട്ടുണ്ട്. അപ്പൊ സമ്മുള്ളോട് നമുക്ക് 250 ഇട്ട് കൊടുക്കാം. അതുപോലെ n എന്ന് പറയുന്നത്, n എന്താണ്? എത്ര ടേം ഉണ്ടെന്ന് അല്ലെ, എത്ര പദങ്ങൾ ഉണ്ടെന്ന്, അത് 5 ആണ്. ഈസ് ഈക്വൽ ടു മിഡിൽ ടേം. ഓക്കെ, കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മിഡിൽ ടേമിനെ ഇവിടെ നിർത്തി ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് സമചിഹ്നത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് അത് വെക്കുക, 250 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക അല്ലെ? ഇത് നിങ്ങൾക്ക് 25 ആണ്, ഇവിടെ 5 ആണ്. 5 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 ആവണേ? നമുക്കറിയാം 5 × 5 ആണ്. അപ്പൊ 5 × 5 ന്റെ 5 എഴുതി, ഈ 0 എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് മിഡിൽ ടേം എത്ര കിട്ടി? മധ്യഭാഗത്തെ പദം അല്ലെങ്കിൽ നടുവിലെ പദം എത്ര കിട്ടി? 50 ആണെന്ന് കിട്ടി അല്ലെ? മിഡിൽ ടേം അല്ലെങ്കിൽ നടുവിലെ പദം = 50 എന്ന് കിട്ടി. ഇത്ര നിങ്ങൾക്ക് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്
ടേമുകളുടെ എണ്ണം എത്ര ടേം ഉണ്ട്, അത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഒറ്റയാണോ ഇരട്ടിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുക 5 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആണ് അല്ലെ. അപ്പൊ ഒറ്റ സംഖ്യ ആണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ അതിന്റെ ഇക്വേഷൻ ഓർക്കുക. ഒറ്റ സംഖ്യ ആണെങ്കിൽ ഉള്ള ഇക്വേഷൻ ഏതാ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, പദങ്ങളുടെ എണ്ണം ഇൻറ്റു നടുവിലെ പദമാണ് ഇക്വേഷൻ. അപ്പൊ അത് നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എടുത്തെഴുതുക. സമ്മിന്റെ സ്ഥലത്ത് കൊണ്ടിട്ട് തുകയുടെ സ്ഥലത്ത് കൊണ്ടിട്ട് 250 ഇടുക, നമ്പറിന്റെ സ്ഥലത്ത് 5 ഇടുക. അപ്പൊ നമുക്ക് മിഡിൽ ടേം 50 ആണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എഴുതാനാണ്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നടുവിലെ പദം അല്ലെങ്കിൽ മിഡിൽ ടൈം കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമുക്ക് എങ്ങനെ അതിന്റെ സീക്വൻസ് എഴുതാൻ പറ്റും? നമുക്ക് ഒന്നാമത്തെ പദം നമുക്ക് 10 ആണെന്ന് അറിയാം. നമ്മൾ ഒന്നാമത്തെ പദം എഴുതി. അതായത് x1 എന്ന് പറയുന്നത് 10 ആണ്, x2 നമുക്ക് അറിയില്ല, x3 x4 x5. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, x1 x2 x3 x4 x5, അതായത് 5 പദങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ പദം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 10 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടുപിടിച്ച പദം ഏതാണ്? ഇതിന്റെ മിഡിൽ ടേം ആണ് അല്ലെ, നടുവിലെ പദമാണ്. അതായത് x3 ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ പദവും x3 ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിനി നമുക്ക് ഈസി ആയിട്ട് ചെയ്തുകൂടെ? കാരണം നമുക്കറിയാം ഏതെങ്കിലും 2 പദങ്ങൾ നമ്മുടെ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു ശ്രേണിയിലെ ഏതെങ്കിലും 2 ടേംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഏതെങ്കിലും 2 പദങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിന്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണ്. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. ഈ ഒരൊറ്റ ഇക്വേഷൻ ആണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അതായത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് കേട്ടോ. അതായത് പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. ഓർത്തിരുന്നോളാം, പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. അപ്പൊ നമുക്കിവിടെ 2 പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡി അല്ലെങ്കിൽ പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതില് വലിയ സ്ഥാനം, വലിയ പൊസിഷൻ ഏതാന്ന് നോക്കുക. x3 ആണ് വലിയ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ ആണ്. അപ്പൊ അതിലുള്ള പദം മൈനസ് ആദ്യം കിടക്കുന്ന പദം ഡിവൈഡ് ബൈ ഇതിന്റെ പൊസിഷൻ 3 മൈനസ് 1. കുറച്ച് നോക്കുക. 50 മൈനസ് 10 എത്രയാ? 50 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 40 ആണ്. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 40നെ 2 കൊണ്ട് ഹരിക്കുക അല്ലെ. 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് പറ്റും? ഈ 2 വെച്ചിട്ട് 4 നമ്മൾ കട്ട് ചെയ്യുക, നമുക്ക് 2 കിട്ടും. ഈ 0 ഇവിടെ എടുത്ത് എഴുതുക, അതായത് 20 കിട്ടും. മനസ്സിലായോ? ഇതിന്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 20 ആയിട്ട് കിട്ടും. വളരെ എളുപ്പമല്ലേ? ഇനി നമുക്ക് ഇതിന്റെ പൊതുവ്യത്യാസം 20 കിട്ടിയ, കോമൺ ഡിഫറൻസ് 20 കിട്ടിയ പിന്നെ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ പദം 10 ആണ്, 10ന്റെ കൂടെ ഈ 20 ഈ 20 അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളെ കിട്ടും. എത്ര കിട്ടി? പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 1ന്റെ കൂടെ കൂട്ടിപ്പോയാൽ പോരെ. അപ്പൊ 10 പ്ലസ് 20 30 എന്ന് കിട്ടും. 30 പ്ലസ് 20 50, 50 പ്ലസ് 20 70, 70 പ്ലസ് 20 90. നമ്മൾ എല്ലാ സീക്വൻസും കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ ഒന്ന് 10 പ്ലസ് 30 പ്ലസ് 50 പ്ലസ് 70 പ്ലസ് 90 എന്ന് കൂട്ടി കഴിഞ്ഞാൽ എന്താ? 250 തന്നെ ആയിരിക്കും അല്ലെ. അത് നമ്മൾ കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതൊരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത്? ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് ഞാനൊരു 3 ഇക്വേഷൻ ആയിട്ടാണ്, 3 സമവാക്യങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പം ഈ ഒരു 3 ഇക്വേഷൻസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിലെ ഓൾമോസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രോബ്ലം അല്ല, ഒരു 90% പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ലാത്തൊരു വിഷയമാണെന്നൊക്കെ തോന്നുന്ന കുട്ടികളില്ലേ, അവര് അടുത്ത ക്ലാസ്സിന് മുന്നായിട്ട് നിങ്ങൾ ഈ 3 ഇക്വേഷൻസ് നന്നായി പഠിച്ചു വെക്കുക. ഒന്നാമത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ. ഡി ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ nth ടേം അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അത് xn ഇസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതിട്ട്. ഒരുപാട് അതിന് മുന്നേ ഉള്ള ഇക്വേഷൻ ഒരു നിർബന്ധമില്ല പഠിക്കണമെന്ന്. മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ മെയിനായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. xn ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇനി അതുപോലെ തന്നെ സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് n/2 ഇൻറ്റു x1 പ്ലസ് xn
എന്താണ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേമുകൾ ഉണ്ടെന്ന്, എത്ര പദങ്ങൾ ഉണ്ടെന്ന്. അതുപോലെ x1 എന്ന് പറയുന്നത് ഒന്നാം പദം, xn എന്ന് പറഞ്ഞാലോ nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് പദമെന്നോ nth ടേമെന്നോ എന്നാം പദം. നമ്മൾ ഇവിടെ xn കണ്ടുപിടിക്കണ്ടല്ലോ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവണം, ഈ xn എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മളൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൊണ്ട് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അതിലും എളുപ്പം ഈ ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്തതിന് ശേഷം xn കണ്ടുപിടിക്കേണ്ട ചില പ്രോബ്ലംസ് ഉണ്ടാവും. അവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ xn കണ്ടുപിടിക്കുകയായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. xന്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക, അത് നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ നന്നായിട്ട് ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുക. നമുക്ക് പ്രീവിയസ് ഇയറിലെയും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം.